വളരെ ഗൗരവമുള്ളൊരു പ്രയോഗം. ഈ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള നേതാക്കന്മാര് വലിയ ഈമാന്റെ നിറകുടങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ ചെന്ന ആശങ്ക പറഞ്ഞു. ഈ സന്ദർഭത്തിൽ അള്ളാഹു തആല ആ ആയത്തിലെ ആ പ്രയോഗത്തെ, അതിന്റെ ആശയത്തെ ദുർബലപ്പെടുത്തിയിട്ട് തൊട്ട് താഴെ ആമന റസൂൽ കൊണ്ടുള്ള 2 ആയത്തുകൾ ഇറക്കി. അതിൽ അള്ളാഹു പറയുന്നൊരു ഭാഗം എന്താ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളോടും അവന്റെ കഴിവിൽപ്പെടാത്തതിനെ അള്ളാഹു നിർബന്ധിപ്പിക്കില്ല. ആ ആയത്തോടുകൂടെ ആദ്യം പറഞ്ഞു എന്ത് ചെയ്തു? വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. ആ ആയത്തിൽ പറഞ്ഞ കാര്യത്തെ അള്ളാഹു ദുർബലപ്പെടുത്തി. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് കഴിയാത്ത കാര്യമാണ്. കഴിയാത്ത ഒരു കാര്യം അള്ളാഹു ഒരിക്കലും നിർബന്ധിപ്പിക്കില്ല. അപ്പൊ ദുർബലപ്പെടുത്തി. എന്നാൽ വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും എന്ന് ഓതുന്ന സമയത്ത് ആ വാവിന് 10 ഹസനത്തിന്റെ കൂലി ഒരക്ഷരത്തിന് നമുക്ക് കിട്ടും. അതിന്റെ ശേഷമുള്ള അലിഫിന് 10 ഹസനത്ത് ചെയ്ത കൂലി നമുക്ക് കിട്ടും ഒരക്ഷരത്തിന് ഓതിയാൽ. ഓത്ത് ദുർബലപ്പെടുത്തിയിട്ടില്ല, അതിൽ ആശയം ദുർബലപ്പെടുത്തി. എന്നാൽ ചിലത് ആശയം ദുർബലപ്പെടുത്തൂല, അതേസമയത്ത് ആയത്തിനെ ദുർബലപ്പെടുത്തി ഒഴിവാക്കിയിട്ടുണ്ടാവും. അതിൽപ്പെട്ടാണ് ഏത്? വ്യഭിചാരം ചെയ്ത ആള് വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം എന്നുള്ള നിയമം ആദ്യം ആയത്തിലുണ്ടായിരുന്നു. ആ ആയത്തിനെ ദുർബലപ്പെടുത്തിയിട്ട് ആശയത്തെ നിലനിർത്തിയെന്നാണ്. ആയത്തൊന്നും ഖുർആനിലില്ല. ഇന്ന് നമുക്കന്നെ ഒഴിവാക്കണമെന്നും പറ്റൂല. അത് അള്ളാന്റെ കൽപ്പന പ്രകാരം റസൂല് ചെയ്തതാണ്. ഇന്നിപ്പോ സൂറത്ത് നൂറില് വ്യഭിചരിച്ച ആളെ അടിക്കുന്ന വിഷയം പറയുന്നുണ്ട്. അത് അവിവാഹിതനാണ്. സൂറത്ത് നൂറിൽ പറയുന്നുണ്ട്, പരസ്യമായിട്ട് അവരെ ജനമധ്യത്തിൽ വെച്ച് 100 അടി അടിക്കണം. അത് ഖുർആൻ പറയുന്നത്. അത് അവിവാഹിതനാണെങ്കിലാണ്. വിവാഹിതനാണെങ്കിൽ അവന്റെ ശിക്ഷ കുറച്ച് കടുത്തതാണ്, എറിഞ്ഞു കൊല്ലണത്. അതിന്നിപ്പോ ആയത്ത് നേരെ ഖുർആനിൽ കാണില്ല, പക്ഷെ റസൂൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ ആയത്തിനെ ദുർബലപ്പെടുത്തിയതാണ്, ആശയത്തെ നിലനിർത്തിയത്. അങ്ങനെയൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്തായിരുന്നാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മാനസികാവസ്ഥ അള്ളാഹ്ക്കറിയാം. അള്ളാഹു അള്ള നമ്മളെങ്ങനെ പഠിച്ചത്. സ്വാഭാവികമായിട്ട് തെറ്റുകൾ ചെയ്യുന്ന ഒരു രൂപത്തിലാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഘടന. അങ്ങനെ മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. മലക്കുകൾ തെറ്റ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വന്നാൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ താടാൻ മറ്റു അവസരമുണ്ട്. ഇപ്പൊ അൽ-ബഖറയിലെ ആ പ്രയോഗം അത് അങ്ങനെ തന്നെ നിലനിന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? ഒരാളെ മനസ്സിൽ തോന്നാണ്, എന്താ ഞാനും കുറച്ച് കള്ള് കുടിച്ചാല്. ഉടനെ തന്നെ അവൻ ചിന്തിക്കാണ്, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ വിലക്കിയ സംഗതിയാണ്. മദ്യപിക്കുക എന്ന് പറയുന്നത് മഹാതെറ്റാണ്, മഹാശിക്ഷക്ക് കാരണം. ദുനിയാവിൽ നിന്ന് തന്നെ ചിലപ്പോൾ അതിന്റെ പേരിൽ വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഖബറിലും പരലോകത്തും വലിയ ശിക്ഷയാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. എന്നാൽ ആദ്യം പറഞ്ഞതിനനുസരിച്ച് നോക്കൂ, അവന്റെ മനസ്സിൽ അങ്ങനെ എന്താ ഞാനും കുറച്ച് കുടിച്ചാലെന്ന് ആ തോന്നിയതിനും കുറ്റുണ്ട്, അതും വിചാരണക്ക് കാരണമാവെന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അല്ലാഹു തആല നമ്മളെ കാത്തു ഒരു ഇളവ് നൽകി. എന്നാൽ അതേസമയം ഒരാളെ തെറ്റ് ചെയ്യാൻ ഉറപ്പിച്ചു, പക്ഷെ അവന് ചെയ്യാൻ കഴിഞ്ഞില്ല, അവൻ കുറ്റക്കാരനാണ്. മദ്യപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ബാറിൽ പോവാണ്. മോട്ടോർ സൈക്കിളും എടുത്തിട്ട് അവൻ പുറപ്പെടുകയാണ് ബാറിലേക്ക്. ഹെൽമറ്റ് ഇട്ടു. ബാറിന്റെ ഗേറ്റ് കടന്നിങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ആളുകൾക്ക് തിരിയാതിരിക്കാം. പക്ഷെ എന്താ ചെയ്യാ? അവന് ഒരു ആക്സിഡന്റിൽ പെട്ട് നേരെ ആശുപത്രിക്കാണ് പിന്നെ അവനെ കൊണ്ടുപോയത്. ബാറിലെത്തിയില്ല, പക്ഷെ അവന് കുറ്റക്കാരനാണ്. കള്ള് കുടിച്ച അത്ര കുറ്റല്ലെങ്കിലും അവന് ഉറപ്പിച്ചു പുറപ്പെട്ടതാണ്. അത് ഈ ആയത്തിൽ പറഞ്ഞപ്പെടൂല. അത് ഓൻ വിചാരണ ചെയ്യപ്പെടും. ഒരു കാര്യം ചെയ്യാൻ, ഒരു തെറ്റ് ചെയ്യാൻ ഉറപ്പിക്കുന്നതും മനസ്സിലൂടെ അങ്ങനെ കരുതി പോകുന്ന വ്യത്യാസം. അപ്പൊ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലു ഇമ്രാൻ സൂറത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന എന്താ? ആലു ഇമ്രാനിൽ പഠിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണമെന്നാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ ഒരിക്കലും മരിക്കാൻ പാടില്ല.
മരിക്കുമ്പോ മുസ്ലിമായിട്ടേ മരിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തലക്ക് കൈ കൊടുത്ത് വളരെ വിഷമത്തോടുകൂടെ ഇരിക്കുന്നത് കണ്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രയാസം? മാനസികമായിട്ട് വലിയ പ്രയാസത്തോടുകൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തോ കടുത്ത പ്രയാസം, മാനസികമായ ബുദ്ധിമുട്ട് അദ്ദേഹം അനുഭവപ്പെടുന്നത് പോലെ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ പ്രയാസം എന്ന് ചോദിച്ചു. ആ സമയത്ത് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതൻ എനിക്കൊരായത്ത് ഓതി തന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇത് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ പ്രയാസപ്പെടുന്നത്. മാത്രമല്ല റസൂൽ ഈ ആയത്ത് ഓതി വിശദീകരിച്ചു കൊടുത്തു അത്രേ. അള്ളാഹനെ നല്ലോണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞത് ചിന്തിച്ചിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിഷമിക്കുന്നത്. അതെന്താ? അള്ളാഹന്റെ തിരുദൂതർ പറഞ്ഞു അത്രേ, നരകത്തിലുള്ള അള്ളാഹന്റെ തിരുദൂതർ പറയാണ്, നരകത്തില് ആളുകളെ അള്ളാഹു ശിക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നു. ചുട്ടു തിളക്കുന്ന വെള്ളം കുടിപ്പിക്കുന്നത് പറയുന്നുണ്ട്, ചീഞ്ചലം കുടിപ്പിക്കുന്നത് പറയുന്നുണ്ട്. അതിൽ നിന്നൊരൽപ്പം അല്ലാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയാൽ ആകാശഭൂമികൾക്കിടയിലാകെ അതിന്റെ വാസനയുണ്ടാകുമത്രേ. സഖൂം എന്ന് പറയുന്നൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൽ നിന്ന് അല്ലാഹു അല്പം, നരകത്തിലെ ആ മരത്തിൽ നിന്നൊരൽപ്പം ഈ ഭൂമിയിലേക്ക് ഇറക്കിയാൽ ആകാശഭൂമികൾക്കിടയിലാകെ അതിന്റെ ദുർഗന്ധമുണ്ടാകും. അത് ചിന്തിച്ചിട്ടാണ് ആകെ മാനസികമായ വിഷമം. സഖൂം എന്ന് പറയുന്ന ആ വൃക്ഷത്തിൽ നിന്നാണല്ലോ നാളെ പരലോകത്ത് ഭക്ഷണം തരിക. അത് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അള്ളാന്റെ തിരുദൂതരുടെ ആ വിശദീകരണം കേട്ടിട്ട് ആകെ മനസ്സിന്റെ ആ സന്തോഷം നഷ്ടപ്പെട്ടതാണ്. ആലു ഇമ്രാനിലെ ഈ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അവരുടെയൊക്കെ ഒരു ഭയം നോക്കൂ. ഒരായത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അതിൽ തന്നെ ചിന്തിക്കാം. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താകും? തഖ്ശയ്യിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ അവർക്ക് രോമാഞ്ചമണിയും, അല്ല തൊലി പടച്ചു പോകുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ഖുർആന്റെ ഒരു വചനം ഇറങ്ങുമ്പോൾ നമ്മൾ അതിലേറെ ശ്രദ്ധിക്കണം. എല്ലാ വചനങ്ങളും ഇറങ്ങി പൂർത്തിയായി. അത് അള്ളാന്റെ തിരുദൂതർ നമ്മളെ ഏൽപ്പിച്ചു പോയതാണ്. 6000-ലധികം വചനങ്ങൾ. അത് ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ നോക്കൂ, ഒരു ആയത്ത് ആലു ഇമ്രാൻ സൂറത്തിൽ നിന്ന് 102-ാമത്തെ ആ വചനം. ആ വചനം ചിന്തിച്ചപ്പോഴേക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മളിപ്പോ നോക്കുമ്പോ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. അള്ളാനെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണം, മുസ്ലിമായിട്ടേ മരിക്കാവൂ, അത്രമാത്രമേ അവിടെ പറയുന്നുള്ളൂ. പക്ഷേ ഹഖ്ക തുഖാതിഹി എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞില്ലേ, അത് ദുർബലപ്പെടുത്തപ്പെട്ടതല്ല എന്ന് പറയുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം പറയുമ്പോ എത്ര നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തഖ്വ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തൗബ സൂറത്തിൽ അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. സൂറത്ത് തൗബയിലെ 119-ാം വചനത്തിൽ അല്ലാഹു പറയുന്നത്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂട്ടത്തിൽ പെടണം. സത്യസന്ധരോട് നിങ്ങൾ പക്ഷം ചേരണമെന്ന്. നിങ്ങൾക്ക് നല്ല തഖ്വ വേണം, നിങ്ങൾ സത്യസന്ധരോട് പക്ഷം ചേരണമെന്ന്. നമുക്ക് രോഗങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, സാമ്പത്തികമായ പ്രയാസങ്ങൾ വരുന്ന സമയത്തും നല്ല ക്ഷമ കൈകൊണ്ടാൽ മതി. അവരെ പറ്റി ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വസ്വാബിരീന ഫിൽ ബഅ്സാഇ വല്ലറാഇ വഹീനൽ ബഅസ് ഉലൈകല്ലദീന സദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ. സൂറത്തുൽ ബഖറയിലെ ആ ഭാഗവും അതുപോലെ തന്നെ പിന്നെ തൗബ സൂറത്തിലെ ഈ ആയത്തൊന്ന് കൂട്ടി വായിച്ചു നോക്കും. തൗബയിൽ പറയുന്ന എന്താ? മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് തഖ്വ വേണം, നിങ്ങൾ എന്ത് വേണം? സ്വാദിഖീങ്ങളോട് കൂടെ കൂടിക്കോളി, സത്യസന്ധരോടൊപ്പം കൂടിക്കോളൂ. അൽ ബഖറയിൽ പറയുന്നതോ വസ്വാബിരീന ഫിൽ ബഅ്സാഇ വല്ലറാഇ വഹീനൽ ബഅസ്.
രോഗം വരുന്ന സമയത്തും അതുപോലെ വാർദ്ധക്യ സഹജമായ പ്രശ്നം വരുമ്പോഴും സാമ്പത്തികമായ പ്രയാസങ്ങൾ വരുമ്പോഴും യുദ്ധഘട്ടങ്ങളിലും ക്ഷമ കൈകൊള്ളുന്നവരാരോ ഉലൈകല്ലദീന സദഖൂ, അവരാണ് സത്യവാൻമാർ. വ ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖീങ്ങൾ. ഇവിടെ പറയുന്നതോ നിങ്ങൾ സത്യവാൻമാരുടെ കൂട്ടത്തിൽ കൂടിക്കോളൂ, നിങ്ങൾ തഖ്വയുള്ളവരാകണം. തഖ്വയുള്ളവരാണ് സത്യവാൻമാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ആര്? എന്ത് പ്രയാസങ്ങൾ വന്നാലും നല്ല ക്ഷമ കൈക്കൊള്ളുന്നവർ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും. അല്ലാത്ത സമയത്ത് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഒരു മുഅ്മിൻ അതൊക്കെ വരും, ഒരു മുഅ്മിൻ അതൊക്കെ വരും. മുഹ്യിദ്ദീൻ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് 40 വട്ടം ഒരു രാത്രി ജനാബത്തുണ്ടായി 40 കുടി കുളിച്ചു എന്ന് പറയുന്നു. ഒരു വിവരമില്ലാത്ത ആളുകൾ, പുത്തൻ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ അതിനൊക്കെ പരിഹസിക്കും. നല്ല ശൈഖാങ്ങളെ ശൈഖ് എന്ന് പറഞ്ഞിട്ട് 40 വട്ടം ഒരു രാത്രി ജനാബത്തുണ്ടായിട്ട് 40 വട്ടം കുളിച്ചു എന്ന് പറയുമ്പോൾ ഇവൻ കളിയാക്കാണ്. അങ്ങനെ കുറെ കളിയാക്കിയതിന്റെ ഗുരുത്തക്കേടാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നാവ് വളരെ സൂക്ഷിക്കണം. എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ പ്രബോധകന്മാർ വളരെ ശ്രദ്ധിക്കണം. തീ കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. ഉപ്പ് വല്ലാതെ തിന്നാൽ നിർബന്ധമായും വെള്ളം കുടിക്കേണ്ടി വരും. ഇനി വേറെ മരുന്നില്ല. സഹോദര, ഇവിടെ സൂക്ഷ്മതയാണത്, വറയാണത്. 40 വട്ടം ജനാബത്തുണ്ടായി എന്ന് പറഞ്ഞാൽ അവൻ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. അതായത് 40 വട്ടം ഭാര്യയുമായി ബന്ധപ്പെട്ട് കുളി നിർബന്ധമായിട്ട് ഒരു രാത്രി 40 കുളിച്ചു എന്നല്ലത്. മറിച്ചെന്താ? അതൊരു പരീക്ഷണം അദ്ദേഹത്തിന് കൊടുത്തത് അല്ലാഹു. അതായത് സ്വപ്നസ്ഖലനം സംഭവിച്ചതാണ്. ഉടനെ തന്നെ കുളിച്ച് ശുദ്ധിയായി കിടന്നു ഉറങ്ങിയ ഉടനെ വീണ്ടും രണ്ടാമത് സംഭവിച്ചു. വീണ്ടും കുളിച്ച് ശുദ്ധിയായിട്ട് കിടന്നു വീണ്ടും സംഭവിച്ചു. ഒരു രാത്രി 40 വട്ടം. അപ്പൊ എന്താ? അദ്ദേഹത്തിന്റെ മഹത്വമാണത്. ഒരാൾക്ക് ഇപ്പൊ അങ്ങനെ നിർബന്ധമായ കുളി വന്നാൽ, ഭാര്യയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് കുളി നിർബന്ധമായി സ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമായി. അവർക്ക് നിർബന്ധം എന്താണ്? സുബഹിന്റെ മുമ്പ് സുബഹി നഷ്ടപ്പെടാത്ത രൂപത്തിൽ കുളിച്ച് സുബഹിസ്കരിക്കണം. അതാ നിർബന്ധം. സുന്നത്തെന്താ? കുളി നിർബന്ധമായി ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ട് കുളി നിർബന്ധമായി കഴിഞ്ഞാൽ ആ കുളിച്ചിട്ട് ഉറങ്ങലാണ് സുന്നത്ത്. കുളി കഴിഞ്ഞിട്ട് ഉറങ്ങലാണ് സുന്നത്ത്. ഇനി ഒരാൾ കുളിക്കാതെ കടന്നു, അവന് കുറ്റം കിട്ടുമോ? പടച്ചോന്റെ അടുത്തൊന്നുമില്ല. പക്ഷെ സുബഹി നഷ്ടപ്പെടുത്തരുത്. അതിന്റെ മുമ്പ് എഴുന്നേറ്റ് നിർബന്ധമായ കുളി കുളിച്ച് നിസ്കരിക്കണം. സുന്നത്ത് ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കണം. അപ്പൊ സ്വപ്നസ്ഖലനം സംഭവിച്ചിട്ട് കുളി നിർബന്ധമായപ്പോ അദ്ദേഹം വേഗം ചെയ്ത് കുളിച്ചു. എന്നിട്ട് വീണ്ടും അത് സംഭവിച്ചു, വീണ്ടും കുളിച്ചു. ഒരു രാത്രി 40 വട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈമാനല്ലേ അറിയിക്കുന്നത്? കളിയാക്കാതിനെ. അതൊരു പരീക്ഷണം കൊടുത്തന്നെ അല്ലാഹു. ഏതുപോലെ സഹോദര, മൂത്രം എപ്പോഴും പോകുന്ന അസുഖമുള്ള ഒരാളെ ചിന്തിച്ചോ, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സഹോദര, നമുക്കൊക്കെ നമ്മൾ മൂത്രപ്പുരയിൽ ചെന്നിരുന്ന് നമ്മുടെ ഹിതം പോലെയാണ് നമ്മളത് ഒഴിവാക്കുന്നത്. രോഗം വന്നാലോ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് വന്നുകൊണ്ടേയിരിക്കും. ഒരാൾക്ക് മൂത്രം വന്നു, പുറത്തേക്ക് വന്നു, അയാൾ കഴുകി വൃത്തിയാക്കി വന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് വന്നു, അയാൾ ഒന്നും കൂടി കഴുകി ശുദ്ധിയാക്കി. ഒരു രാത്രി 40 വട്ടം അങ്ങനെ സംഭവിച്ചു. അയാൾ പരിഹസിക്കാൻ പറ്റും? കരുതി കൂട്ടി കാട്ടാം. നേരെ മറിച്ച് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നീ ഒന്നായിട്ടാണ് ശുദ്ധിയാക്ക എന്ന് കരുതി അയാൾ നിന്നില്ല. അയാൾ സൂക്ഷ്മത. ഞാൻ പറയുന്നത് സഹോദര, തഖ്വയുള്ളവർക്കേ അതിന് സാധിക്കും. അങ്ങനെ തഖ്വയുള്ള ആളുകളെ അല്ലാഹു തആല പരീക്ഷിക്കും, രോഗങ്ങളെ കൊണ്ടും മറ്റും. മൂത്രം എപ്പോഴും പോകുന്ന രോഗം എന്നതുപോലെ സംഭവിച്ചതാണിത്. അറിയാത്തവർ വിവരമില്ലാതെ കളിയാക്കും. ഞാൻ പറയുന്ന സഹോദര, സ്വാദിഖീങ്ങളുടെ കൂട്ടത്തിൽ പെടാനും അതുപോലെ തഖ്വയുള്ളവരാകാനും അല്ലാഹു നമ്മളോട് തൗബ സൂറത്തിൽ ആഹ്വാനം ചെയ്യുന്നു. വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയും സഹോദര മിമ്പറിൽ നിന്ന് തഖ്വ കൊണ്ട് ഉസ്താദ് വസിയത്ത് ചെയ്യുന്നു. നിർബന്ധമാണത്. എങ്കിലേ ജുമുഅ ശരിയാവും. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ നിർബന്ധമാ. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അല്ലാഹു പറയുന്നുണ്ടല്ലോ തഖ്വയെ സംബന്ധിച്ച്. അഹ്സാബ് സൂറത്തിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ദോഷബാധയെ നിങ്ങൾ ഭയപ്പെടണം. സത്യമായ വാക്ക് നിങ്ങൾ പറയണം. ഖുർആനിൽ ഇത് സംബന്ധമായിട്ട് ഒരുപാട് ആയത്തുകൾ.
അൻഫാൽ സൂറയിൽ അല്ലാഹു പറയുന്നത് ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനാ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. അൻഫാൽ സൂറത്തിലെ 29-ാം വചനത്തിൽ അല്ലാഹു പറയുന്നത് ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരായാൽ യജ്അൽ ലക്കും ഫുർഖാനാ, അല്ലാഹു നിങ്ങൾക്ക് വിവേചന ശക്തി നൽകുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഫാറൂഖായിലെ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു അദ്ദേഹം. എന്നതുപോലെ സഹോദര, നമുക്ക് തഖ്വയുണ്ടായാൽ അല്ലാഹു നമുക്ക് വിവേചന ശക്തി നൽകും. വയുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. അതുപോലെ നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു മായ്ച്ചു കളയും. വയഗ്ഫിർ ലക്കും, അവൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും, പുറത്തു തരും. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അല്ലാഹു തആല മഹത്തായ ഔദാര്യമുടയവനാണ്. അൻഫാൽ സൂറത്തിൽ അല്ലാഹു പറയാം, അവിടൊക്കെ തഖ്വയുടെ കാര്യമാണ് പറയുന്നത്. ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി തങ്ങൾ പ്രസംഗിച്ചു. റസൂലുള്ളാഹിന്റെ അവസാനത്തെ വലിയ പ്രസംഗമല്ലേ അത്, ഒരു വിടവാങ്ങൽ പ്രസംഗം. റസൂലുള്ളാഹിന്റെ അവസാനത്തെ ഹജ്ജ്, അത് കഴിഞ്ഞിട്ട് 3 മാസം മാത്രമാണ് പുണ്യനബി ജീവിച്ചത്. ആ അവസാനത്തെ ഹജ്ജിൽ പരിശുദ്ധ അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് ആളുകളോട് അള്ളാഹിന്റെ തിരുദൂതർ അഭിസംബോധന ചെയ്തു. ആ പ്രസംഗത്തിൽ റസൂൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. റസൂലിന്റെ പ്രഭാഷണമാണ്, ഹജ്ജത്തുൽ വദാഇ റസൂലുള്ളാഹിന്റെ പ്രഭാഷണമാണ് പരിശുദ്ധ അറഫ മൈതാനിയിൽ. അത് റസൂൽ പറഞ്ഞ ചില പോയിന്റുകളുണ്ട്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വസല്ലൂ ഖംസക്കും, 5 നേരത്തെ നിസ്കാരം നിർവഹിക്കണം, വലിയ അളവില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. വസൂമൂ ശഹ്റക്കും, വിശുദ്ധ റമദാനിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം. വഅദ്ദൂ സകാത്ത അംവാലിക്കും, നിങ്ങളുടെ ധനത്തിന്റെ സകാത്ത് നിങ്ങൾ കൊടുത്ത് വീട്ടുക തന്നെ ചെയ്യണം. റസൂൽ നമ്മളോട് വസിയത്ത് ചെയ്യാണ്. പിന്നെ റസൂൽ അതുപോലുള്ള വിശാലമായ പ്രസംഗം നടത്തിയിട്ടില്ല. ലക്ഷക്കണക്കിന് അനുയായികളോട് അറഫ മൈതാനിയിൽ വെച്ച് റസൂൽ പറയുന്നു, നിങ്ങൾക്ക് തഖ്വ വേണം, നിങ്ങൾ നിസ്കാരം കൃത്യമായി 5 നേരം നിസ്കരിക്കണം. അതുപോലെ റമദാനിലെ നോമ്പിന്റെ കാര്യം ശ്രദ്ധിക്കണം. സമ്പത്തിന്റെ സക്കാത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കണം. വഅതീഉ ഉമറാഅക്കും, നേതാക്കന്മാർക്ക് വഴിപ്പെടണം. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അച്ചടക്കമുള്ള ഒരു സമുദായത്തിന് അത് വേണ്ടതാ. തിരുദൂതർ പറയണം, നേതാക്കന്മാര് പറയുന്നത് അനുസരിക്കണം. കാരണം അവർക്ക് ദീർഘവീക്ഷണം ഉണ്ടാവും. അനുയായികളെയെല്ലാം കണ്ടുകൊള്ളണം എന്നില്ല. ഓരോരുത്തർക്കും പ്രായത്തിനും പരിചയത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരാം. എടുത്തുചാട്ടമുണ്ടാകരുത്. നേതാക്കന്മാരെ അംഗീകരിക്കണം, അവർ പറയുന്നത് കേൾക്കണം. അങ്ങനെയാണെങ്കിൽ തദ്ഖുലൂ ജന്നത റബ്ബിക്കും, നിങ്ങൾ റബ്ബിന്റെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ സ്വർഗത്തിൽ കടക്കും. ഇവിടെ ആദ്യം അള്ളാന്റെ തിരുദൂതർ ആദ്യം പറഞ്ഞത് എന്താ? തഖ്വയുടെ കാര്യം. ആദ്യം വേണ്ട കാര്യം പറഞ്ഞത് തഖ്വയുടെ കാര്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബിയോട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, മൻ അക്രമുന്നാസ്, ജനങ്ങളിൽ വെച്ച് ആദരണീയർ ആരാണ് നബിയെ? ഏറ്റവും ആദരണീയരാരാണ് അല്ലാഹുവിന്റെ അരികെ? റസൂൽ ഉടനെ തന്നെ പറഞ്ഞു, അത്ഖാഹും, അവരിലുള്ള ഭക്തിയുള്ള ആളുകൾ. ഇസ്ലാമിൽ അതിന് മാത്രമുള്ള സ്ഥാനം, വേറെ ഒന്നും നോക്കുന്നില്ല. കറുപ്പിന്റെ പേരിലോ മറ്റോ സൗന്ദര്യത്തിന്റെ പേരിലോ വിവേചനമില്ല. എല്ലാവരും ഒരുപോലെ. വിജയത്തിന്റെ മാനദണ്ഡം തഖ്വ മാത്രം. ആരാണ് നബിയെ ഏറ്റവും അക്രമീന്നല്ല, അക്രം അറബിയാണ്. ആരാണ് ആദരണീയർ? അല്ലാഹുവിങ്കൽ സ്ഥാനമുള്ളതാരാ എന്ന ചോദ്യത്തിന് പറഞ്ഞത് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, അത്ഖാഹും, അവരിൽ ഏറ്റവും വിശുദ്ധിയുള്ളവർ. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി കയറിയപ്പോൾ ചില ആളുകൾ പരിഹസിച്ചല്ലോ, വെളുത്ത അറബികൾ, ഇയാളാണോ ബാങ്ക് കൊടുക്കുന്നത്? ആ സമയത്ത് തിരുദൂതർ അവർക്ക് ഓതിക്കൊടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. ഖുർആൻ പറയുന്നു, ജനങ്ങളെ, നിങ്ങളൊക്കെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും
എല്ലാവരും ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വിവേചനം വേണ്ട. പിന്നെ നമ്മൾ തറവാട്, അതുപോലെ തന്നെ ഗോത്രങ്ങള്, നിറം, രാജ്യങ്ങള്, ഇതൊക്കെ എന്തിനൊക്കെ തിരിച്ചറിയാനുള്ള ഇത്രേ ഉള്ളൂ. സഹോദര, നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളൊക്കെ എല്ലാവരും ഒന്നാണ്. അത് ഏത് ഭാഗത്താണെങ്കിലും അള്ളാഹു നോക്കുന്ന എന്താണ്? ഈമാൻ എത്ര ഉണ്ടോ എന്നുള്ളത്, തഖ്വ എത്രമാത്രം ഉണ്ട്, അതിനനുസരിച്ച് അള്ളാഹു വിജയം നൽകും. ഇവിടെ കറുപ്പ വെളുപ്പോ അള്ളാഹു അവർക്ക് ഓടിക്കൊടുത്തതും അതാണ്. നിങ്ങൾ വ്യത്യസ്തമായ കബീലകളും ഗോത്രങ്ങളുമാക്കി വേർതിരിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ അറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അല്ലാഹുവിങ്കൽ ഏറ്റവും ആദരണീയർ, ഉന്നതരാരാ? അവർ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാകുന്നു, അവരാണ്. അതാണ് സഹോദര, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് സ്ഥാനം കിട്ടാൻ കാരണം അദ്ദേഹത്തിന്റെ തഖ്വയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന് തഖ്വ കൊണ്ടാണ് ആ സ്ഥാനം കിട്ടിയത്. അതുകൊണ്ടാണ് സ്ഥാനം കിട്ടിയത്. അള്ളാന്റെ തിരുദൂതർ അത് പറഞ്ഞു എന്ന് മാത്രമല്ല, ഖുർആന്റെ വചനങ്ങൾ ഓതിക്കൊടുത്തു എന്ന് മാത്രമല്ല, അത് ശരിക്കും കാണിച്ചു കൊടുത്തു. റസൂലിനോട് വളരെ അടുത്ത ആളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. തഖ്വയാണ് കാരണം, കറുപ്പതിന് തടസ്സമായില്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സഹോദര ദരിദ്രനായിരുന്നു, പാവപ്പെട്ട ആളായിരുന്നു. റസൂലിനോട് കൂടെ വല്ലാതെ സഹവസിച്ചു. റസൂൽ അദ്ദേഹത്തെ വല്ലാതെ സ്നേഹിച്ചു. തഖ്വയാണ് കാരണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ നബി അടുപ്പിച്ചത് അദ്ദേഹം വലിയ സമ്പന്നനാണ് എന്നതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ തഖ്വ കാരണമായിരുന്നു. വെളുത്ത സൽമാനുൽ ഫാരിസിയെയും കറുകറുത്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെയും, സമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും ദരിദ്രനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെയും ധീരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും ലോല മനസ്സിന്റെ ഉടമയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും എല്ലാവരെയും ഒരു ജപമാലയിലെ മുത്തുമണികളെ പോലെ റസൂല് കോർത്തിണക്കി. തഖ്വയാണ് എല്ലാറ്റിനും മാനദണ്ഡം വെച്ചത്. ഇസ്ലാമിൽ മാത്രമേ അതുള്ളൂ, ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് നോക്കൂ നിങ്ങൾ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ കറുത്തവരെ മാറ്റി നിർത്തുന്ന അവസ്ഥ. തൊലി കറുത്തതിന്റെ പേരിൽ മാറ്റി നിർത്തി. സഹോദര, തൊലി കറുത്തതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തുന്നു എന്ന് മാത്രമല്ല, വെള്ളക്കാരന്റെ ഹോട്ടലിൽ കയറാൻ പോലും അവകാശമില്ല. എന്ത് പുരോഗതിയാ പിന്നെ ആ നാട്ടിലുള്ളത്? ഭൂകമ്പങ്ങളിലും മറ്റും തകർന്ന് തരിപ്പണമായ കെട്ടിടങ്ങൾക്കുള്ളിൽ പെട്ട ആളുകൾ, അവർക്ക് ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നായകളെ ഉപയോഗിച്ചു അമേരിക്ക. ഭൂകമ്പമുണ്ടായിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്ന സ്ലാബുകൾക്കുള്ളിൽ ആളുകളുണ്ട്, ഒരുപാട് മരിച്ചു. ഇനി ജീവനുള്ളവരെ രക്ഷപ്പെടുത്താം, ഈ സ്ലാബുകൾ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ രക്ഷാപ്രവർത്തകർ ഉള്ളിൽ പരിക്ക് പറ്റി കിടക്കുന്നവർക്ക് ജീവനുണ്ടോ ഇല്ലെന്നറിയാൻ പരിശീലനം നൽകിയ നായകളെ ഉപയോഗിച്ചു. നായ എങ്ങനെ മണം പിടിക്കും? അല്ലാഹു തആല നായക്ക് ഘ്രാണശക്തി നമ്മളെക്കാൾ കൊടുത്തു, പരുന്തിന് കാഴ്ചശക്തി കൊടുത്തതുപോലെ ഓരോന്നിനും അതിൻ്റെതായ രീതി. ഉറുമ്പുകൾക്ക് വരെ പല കഴിവുകൾ. നോക്കൂ നിങ്ങൾ, ഉത്കൃഷ്ടരായ മനുഷ്യർ നായകളെക്കാൾ മോശമാകുന്നത്. ഈ നായകൾ മണം പിടിച്ച് ജീവുള്ള ആളുകളുണ്ടെങ്കിൽ നായ ഉയരം കൊടുക്കണം. അതിനനുസരിച്ച് അവിടെയുള്ള സ്ലാബ് നീക്കുകയാണ്. നീക്കുമ്പോൾ ഉള്ളിൽ പരിക്ക് പറ്റി കിടക്കുന്ന കറുത്ത വർഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്, അവിടെ കിടക്കട്ടെ. വെള്ളക്കാരനാണെങ്കിൽ എടുത്ത് ആംബുലൻസിലേക്ക് മാറ്റുന്നു, ആശുപത്രിയിലേക്ക് പോകുന്നു. സഹോദര, ബുദ്ധിയില്ല എന്ന് നമ്മൾ പറയുന്ന നായ അവിടെ വിവേചനം കാണിച്ചിട്ടില്ല. ആള് കറുത്തതാണോ വെളുത്തതാണോ എന്ന്. ബുദ്ധിയുള്ള മനുഷ്യൻ അവിടെ വിവേചനം കാണിക്കാൻ, കറുത്തവരവിടെ ഒഴിവാക്കിയിട്ട് വെളുത്തവരെ മാത്രം രക്ഷിക്കാം. ഇന്നും നടക്കുന്ന സംഗതികളാണിത്. ഇസ്ലാമിലോ എല്ലാവരും ഒന്ന്. അതിനാണല്ലോ നമ്മുടെ ജമാഅത്ത് നിസ്കാരം നോക്കൂ, എല്ലാവരും ഒന്ന്. ആദ്യം വരുന്നവർ അടുത്തടുത്ത് നിൽക്കുന്നു. ഒരു കർഷകൻ നിൽക്കുന്നിടത്ത് ഒരു ബിസിനസ്സുകാരൻ വരുമ്പോൾ ഞാൻ അവന്റെ അടുത്ത് നിൽക്കാൻ മാത്രമല്ല നീന്തിക്കും, ഇല്ല. ഒരു കുപ്പായം പോലും ശരിക്ക് ധരിക്കാൻ വകയില്ലാത്ത പാടത്ത് പണിയെടുക്കുന്ന ഒരു സാധു വന്ന് നിൽക്കുമ്പോൾ ഒരു കള്ളിത്തുണിയെടുത്ത്. രാജ്യം ഭരിക്കുന്ന ഇസ്ലാമിക ഭരണാധികാരിയാണ് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് വരുന്നതെങ്കിലും സഹോദര മടിയുണ്ടോ? ഇല്ല, ഇല്ല. ഏത് ആരാണെങ്കിലും ആ വരുന്നവർ അടുത്തടുത്ത് നിൽക്കുന്നു, അതും മടമ്പൊപ്പിച്ച് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഐക്യം. നിസ്കാരത്തിൽ അത് കാണുന്നു. ജമാഅത്ത്, അതിനാണ് ജമാഅത്ത് നിസ്കാരം. സഹോദര, നമ്മുടെ സക്കാത്ത് സിസ്റ്റം ഒന്നാണെന്ന് അറിയിക്കാം. ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ എല്ലാവരിലും സന്തോഷം.
ഇതെല്ലാ മതത്തിലുണ്ടായിരുന്നെങ്കിൽ രാജ്യത്ത് പട്ടിണി ഉണ്ടാവും. സഹോദര, ഒരു വേൾഡ് സമ്മേളനമാണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഹജ്ജ് കർമ്മം 10-30 ലക്ഷം ആളുകൾ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന രംഗം ആലോചിച്ചു. ഒക്കെ ഒരു യൂണിഫോം, എല്ലാവർക്കും ഒരു യൂണിഫോം, എല്ലാവരും ചൊല്ലുന്നതെന്ന്, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഒരു റബ്ബ്, എല്ലാവർക്കും ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാ ഒരു നോക്കി 30 ലക്ഷത്തോളം ആളുകൾ ഹജ്ജിന് പോകുന്ന സമയത്ത് ആ ഹജ്ജിന്റെ വേളയിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. വല്ലാതെ ഞാനത് ചൊല്ലിയാൽ 2-3 തട്ട ആവർത്തിച്ച് ചിലപ്പോൾ പോകാൻ തോന്നുന്നു. നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഒരിക്കലെങ്കിലും ആ മണ്ണിലെത്താൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ചെയ്തു വന്നവരിൽ നിന്ന് അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. അവിടെ നോക്കൂ, നമ്മളൊന്നാണ്. ആരൊക്കെ, ഏതൊക്കെ നിറത്തിലുള്ളവർ, ഏതൊക്കെ ഭാഷ സംസാരിക്കുന്നവർ, ഏതൊക്കെ സംസ്കാരമുള്ളവർ. ഒരു മഹലിൽ 1000 ആളുകളുണ്ടെങ്കിൽ 10,000 സ്വഭാവം. സഹോദരായെങ്കിൽ നോക്കൂ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വന്ന ആളുകൾ, സത്യവിശ്വാസികൾ ഒക്കെ എല്ലാവരും ഒരുപോലെ, ഒരു വിവേചനവുമില്ല. എല്ലാം നോക്കുന്ന തഖ്വയാണ്. എത്രമാത്രം തഖ്വയുണ്ടോ എന്നുള്ളതാണ്. ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ ജാതീയത എന്ന ഒന്നില്ല. താഴ്ന്ന ജാതിയെന്നോ ഉയർന്ന ജാതിയെന്നോ ഇല്ല. ഇന്ന ആളുകൾക്ക് പള്ളിയിൽ കയറാൻ പാടില്ല എന്നില്ല. പിന്നെ പെണ്ണുങ്ങൾ കയറണ്ട എന്ന് പറഞ്ഞത് അയിത്തുണ്ടായതുകൊണ്ടല്ല. അവർ പള്ളിയിലേക്ക് കയറിയാൽ കാർപ്പറ്റ് വൃത്തികേടാകുന്ന അല്ല സഹോദര, അല്ല, ഒരിക്കലുമല്ല. അവർക്കല്ല സംരക്ഷണം കൊടുത്തതാ. ആണുങ്ങളെ പോലെ വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കി അള്ളാന്റെ ഭവനമായ പള്ളി അത് പരിപാലിക്കാൻ പുരുഷന്മാരെ ചുമതലപ്പെടുത്തി. അതിലേക്ക് ജമാഅത്തിന് വരാനും ബന്ധപ്പെടാനും. പെണ്ണ് എന്ന് പറഞ്ഞാൽ പളുങ്കാണ്, പെട്ടെന്ന് പൊട്ടിച്ചതറും. അതുകൊണ്ടാ, അല്ലാതെ വിമർശകർ മനസ്സിലാക്കുന്നത് പോലല്ല. പെണ്ണിന്റെ സ്ഥാനം അള്ളാഹു ഉയർത്തിയതാണ്. 1.25 ലക്ഷം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചപ്പോ ഒരൊറ്റ പെണ്ണിനെ പോലും അള്ളാഹു നിയോഗിച്ചില്ല. മറിയം ബീവിക്കൊക്കെ എത്ര പവറുണ്ട്. വകാനത് മിനൽ ഖാനിതീൻ. അങ്ങനെയുള്ള ഖുർആൻ ഉപയോഗിച്ച മറിയം ബീവിയെ പറ്റി ആണുങ്ങൾക്ക് പ്രയോഗിക്കും പോലെയാണ്. അറബി ഗ്രാമർ അനുസരിച്ച് ഖാനിതീൻ എന്ന് പറഞ്ഞു. ആ പെണ്ണിന്റെ സ്ഥാനാണിത്. പക്ഷേ പ്രവാചിക ആക്കിയില്ല. ഉത്തരവാദിത്തം കുറച്ചതാണ്. അവർ വീട്ടിലെ റാണികളാണ്. അവർക്ക് വലിയ സ്ഥാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. സഹോദര, ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നോക്കൂ, തഖ്വയാണ് വിജയത്തിന്റെ മാനദണ്ഡം. തഖ്വയാണ് വിജയത്തിന്റെ മാനദണ്ഡം. അതുകൊണ്ട് നല്ല തഖ്വ വേണം. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, ഇത്തഖുല്ലാഹ മസ്തതഅ്തും. നിങ്ങൾ സാധ്യമാം വിധം അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇനി തഖ്വ ഉണ്ടാകാൻ വേണ്ടി എപ്പോഴും ഒരു ദുആ ചെയ്യാൻ വേണ്ടി അള്ളാന്റെ തിരുദർ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? اللهم إني أسألك الهدى والتقى والعفاف والغنى. ഇതാണ് ആ പ്രാർത്ഥന. ഇത് നബി എപ്പോഴും ചൊല്ലിയിരുന്ന പ്രാർത്ഥന. اللهم إني أسألك الهدى والتقى والعفاف والغنى. നമ്മള് ഇമാമൊക്കെ ദുആ ചെയ്യുമ്പോൾ ദുആർക്കുമ്പോൾ എങ്ങനെ ദുആർക്കും? اللهم إنا نسألك الهدى والتقى والعفاف والغنى. എല്ലാവർക്കും കൂടി ചോദിക്കണം. സ്വന്തം ചോദിക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ, ഞാൻ നിന്നോട് മാർഗദർശനം ചോദിക്കുന്നു, തഖ്വ ചോദിക്കുന്നു, നാഥാ പവിത്രതയെ ചോദിക്കുന്നു, ഐശ്വര്യത്തെയും ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, നാഥാ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്തിനെ? അൽ ഹുദാ, എനിക്ക് മാർഗദർശനം നൽകണേ, എനിക്ക് വഴി കാണിക്കണം. സ്വർഗത്തിലേക്കുള്ളൊരു വഴിയുണ്ട്. അള്ളാഹു അതിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ഇത് എപ്പോഴും നബിയും സ്വഹാബത്തും ചൊല്ലിയിരുന്ന പ്രാർത്ഥന. അത് ഈ പ്രാർത്ഥന നബി ചൊല്ലിയത് അങ്ങനെ തന്നെ ചൊല്ലണം. പരിശുദ്ധ ഖുർആൻ ചിലയിടത്തൊക്കെ ദുആക്കൊക്കെ ഉണ്ടല്ലോ, നല്ല നല്ല വാക്കുകൾ ഇങ്ങനെ ഉപയോഗിച്ച് ദുആ പടച്ചുണ്ടാകും. പാട്ടുപോലെ ആക്കും ദുആ. ആദ്യം അവസാനമൊക്കെ ശ്വാസം ഒപ്പിച്ച് പാടില്ല എന്നുള്ളതാണ്. ശരിക്കും ഉത്തരം കിട്ടിയല്ല ആവശ്യം, അവിടെ ചൊറുക്കൂട്ടേണ്ട ആവശ്യം. ആളുകൾ പറയും ഉഷാറാവസ്ഥാകട്ടെ, എന്താ ദുആ, 1.5 ദുആയായിരുന്നു. മരിച്ചോടത്തൊക്കെ കൈ വിളിക്കുന്ന ആൾക്കാരുണ്ട്. സഹോദര, വളരെ ശ്രദ്ധിക്കേണ്ടതാ, വളരെ ശ്രദ്ധിക്കണം. ഖുർആനിലും ഹദീസിലും വന്ന ദുആ അത് അങ്ങനെ തന്നെ ദുആർക്കണം. റസൂലുള്ളാഹി തങ്ങൾ ദുആ എന്നതാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ,
അല്ലാഹുവേ ഞാൻ നിന്നോട് ഹിദായത്തിനെ ചോദിക്കും, വത്തുഖാ തഖ്വയെ ചോദിക്കും, വൽഅഫാഫ അവിടെ ശ്രദ്ധിക്കണം, വൽഅഫാഫ പവിത്രതയെ ചോദിക്കുന്നു നാദാ, വൽഗിനാ ഐശ്വര്യത്തെയും ചോദിക്കുന്നു. അതുപോലെ അത് മതി, നമുക്ക് എല്ലാമായി ഹിദായത്ത് വേണം, തഖ്വ വേണം, പവിത്രത വേണം, സഹോദര ഐശ്വര്യം വേണം. കുറെ ഉണ്ടാവുക എന്നതല്ല, ഉള്ളതിലൊരു ഐശ്വര്യം, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് നല്ല റാഹത്തായ ഒരവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന നമ്മൾ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചാൽ അൽഹംദുലില്ലാ അത് നമുക്ക് വലിയ ലാഭം. ഒന്ന് പ്രാർത്ഥിക്കും, നോക്കൂ, എന്റെ ഒപ്പം ഒന്ന് പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽഅഫാഫ വൽഗിനാ. اللهم إني أسألك الهدى والتقى والعفاف والغنى. اللهم إني أسألك الهدى والتقى والعفاف والغنى. വളരെ എളുപ്പം, വളരെ സിമ്പിളാണ്. നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലി നോക്കിയാൽ നമുക്ക് കിട്ടും. അങ്ങനെ ചൊല്ലിയാലൊക്കെ പ്രതിഫലല്ലേ. ഉള്ള തട്ടി പറഞ്ഞാൽ അള്ളാഹു ഇത് സ്വീകരിക്കും. നമ്മൾ അറിയാതെ നമ്മൾ രക്ഷപ്പെടും. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾ സാധ്യമാം വിധം അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു പറയുന്നു നിങ്ങൾ സാധ്യമാം വിധം അല്ലാഹുവിനെ സൂക്ഷിക്കണം. വസ്മഊ വഅതീഉ, നിങ്ങൾ കേൾക്കണം, അതുപോലെ വഴിപ്പെടണം. അൽഹംദുലില്ലാഹ് പരിശുദ്ധ ഖുർആന്റെ സദസ്സിലാണ് നമ്മളുള്ളത്. പുറത്തത് വീക്ഷിക്കുന്ന ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിലുമുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അവരൊക്കെ കേൾക്കുകയാണ് യഥാർത്ഥത്തിൽ. തഗാബുൻ സൂറത്തിൽ അല്ലാഹു പറഞ്ഞ ഈ കൽപ്പന നടപ്പിൽ വരുത്താണ്. കേൾക്കണം. എന്ത് കേൾക്കണം? സത്യം കേൾക്കണം. പക്ഷേ അതിനാൽ അധികാളുകൾക്കും മടിയായിരിക്കും. ഇൽമിന്റെ ഒരു സദസ്സിലിരിക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ നമുക്ക് തോന്നും. ഒരു കടയിലിരുന്നിട്ട് ചില ആളുകൾ ചിലരങ്ങനെ കുറ്റം പറയുന്നുണ്ട്, ദൈവത്തിന് മീമത്താണ്, ഭയങ്കര തിരക്കായിരിക്കും അവിടെ. അങ്ങനെ ഇരുന്ന് കൊടുക്കും. അത് കേൾക്കാനൊരു സുഖം. വേണ്ടാത്തത് കേൾക്കാൻ എത്രയോ ആളുകളുണ്ട് കാതിൽ ഇയർഫോൺ വെച്ചിട്ട്, അല്ലേ? എത്ര ആളുകൾ വേണ്ടാത്തത് കേൾക്കുന്നുണ്ട്. അവരൊക്കെ എത്രയും സമയം ചെലവഴിക്കാൻ തയ്യാറാണ്. എങ്കിൽ സഹോദര, നമ്മൾ കേൾക്കേണ്ടത് ഏതാ? ദീനാണ് കേൾക്കേണ്ടത്. അത് വളരെ പ്രധാനമാണ്. അത് വെറുതെ കേട്ടാ പോരാ, ഉള്ളു തട്ടി കേൾക്കണം. അപ്പോഴേ കാര്യമുള്ളൂ. ചിലപ്പോൾ നമ്മൾ സഹസ്രിയിരിക്കും, പക്ഷെ നമ്മൾ വേറെ ഏതോ ലോകത്താണ്. പരിവർത്തനം വരാത്ത രൂപത്തിലൊരു കേൾക്കൽ, അതിങ്ങനെ ഒരു ഒച്ചയായിട്ട് പോകും. ജുമുഅക്ക് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ കേൾക്കുന്നു, പക്ഷേ യാതൊരു പരിവർത്തനവുമില്ല. എന്നാ ചിലരോ ഇപ്പൊ പള്ളിന്റെ പിന്നെ വെളിയിലൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കേട്ടാൽ പോലും പരിവർത്തനം വരും. അങ്ങനെയും വരും. എന്തായിരുന്നാലും ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ വഴിപ്പെടണം. അല്ലാഹു പറയാണ്, വേറെ ആയത്തിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്, അല്ലാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ വഴിപ്പെടണം എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലിം റസൂലും പറഞ്ഞത് കേൾക്കുക, അവർക്ക് വഴിപ്പെടാം. അത് പിഴക്കാത്ത വഴി. പിന്നെ പറയുന്നത് വഅൻഫിഖൂ ഖൈറൻ ലിഅൻഫുസികും, നിങ്ങളെ സ്വന്തത്തിന് ഉത്തമമായ രൂപത്തിൽ നിങ്ങൾ ചെലവഴിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു പറയുന്നതിന് സ്വന്തം ഗുണമായ നിലക്ക് ധനം ചെലവഴിക്കാൻ വേണ്ടി അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കുകയാണ്. അതും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ അത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. ഈ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവിടെ നമ്മളൊന്ന് വളരെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കാരണം അതിന്റെ ഉടനെ അല്ലാഹു പറയുന്നത് എന്താ അറിയോ? വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിന്റെ ആക്രാന്തത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവരാണ് വിജയികൾ. ഈ ശുഹ് എന്ന് പറഞ്ഞാൽ എന്താ? ശുഹ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മറ്റൊരാളുടെ ധനം കാണുമ്പോ, അവന്റെ വീട്, അവന്റെ വാഹനം, അവന്റെ തോട്ടം, അവന്റെ ആസ്തി, അത് കാണുമ്പോ അതൊക്കെ എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം. അവനൊന്നും ഉണ്ടാവരുത്. അപ്പൊ എല്ലാം വിട്ടുപോയില്ല. അസൂയ പറ്റില്ലേ? ഒരാൾക്കുള്ള നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണല്ലോ സഹോദര അസൂയ എന്ന് പറയുന്നത്. അതിൽ സന്തോഷിക്കും. ഒരാൾക്കൊരു വിപത്ത് വരുമ്പോൾ അതിൽ സന്തോഷിക്കുക. അതുപോലെ ഒരാൾക്ക് ലഭിച്ച നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കുക പാടില്ല. മറ്റുള്ളവന്റെ ധനം അത് നിന്റെ പോക്കറ്റിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നൊരവസ്ഥ ഉണ്ടായത് ശുക്ർ. അതിൽ നിന്ന് ആര് രക്ഷപ്പെട്ടോ അവരാ വിജയികൾ. ഖണ്ഡിതമായി പറയാം, ആര് രക്ഷപ്പെട്ടില്ലയോ പരാജയപ്പെട്ടവരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പൊതുവെ മനുഷ്യനെ അവസ്ഥയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു അശ്ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. ആ പ്രയോഗം നോക്കി. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, തീർച്ചയായും മനുഷ്യവർഗത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവർ ആക്രാന്തമുള്ള രൂപത്തിലാകുന്നു. അതായത് വെറും ആർത്തി, മുതല് 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 എന്നുള്ളൊരു ചിന്ത. ഇദാ മസ്സഹു അശ്ശർറു ജസൂഅ, അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം അവരെ ബാധിച്ചു കഴിഞ്ഞാൽ, സ്പർശിച്ചു കഴിഞ്ഞാൽ അവർ അക്ഷമരാകും. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അവരെന്ത് ചെയ്യും? അക്ഷമരാകുന്നതാണെന്നാണ്. ഇദാ മസ്സഹു അശ്ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ, എന്തെങ്കിലും ഒരു വിഷമം അവർക്ക് വരുന്ന സമയത്ത് അവർ ക്ഷമയില്ലാത്തവരാകും. അത് ഈ ആക്രാന്തം കാരണമാണ്. മൂമിന് വിഷമം വന്ന എന്തിനാ പിന്നെ അക്ഷമരാകുന്നത്? അള്ളാഹുവിന്റെ വിധിയിൽ പൊരുത്തപ്പെട്ടിട്ട് എന്ത് ചെയ്താൽ മതി? അതിൽ ക്ഷമിക്കുക, അവ വിഷമം വരൂല. അക്ഷമരാകും, ക്ഷമയില്ലാത്ത അവസ്ഥ. ഇത് ആരെ സ്വഭാവമാണ്? മതല് 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 എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് ഈ നോട്ട് മാറ്റിയപ്പോ ചില ആൾക്കാരൊക്കെ ബോധം കെട്ടു, ഇനി എന്താ പൈസ കാട്ടുകയെന്ന് കരുതിയിട്ടാണ്. ഇതല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആകെ ക്ഷമയില്ലാത്ത അവസ്ഥ. സഹോദര ഖുർആൻ പറയുന്നത് വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ, അവർക്ക് എന്തെങ്കിലും ഒരു നന്മ അവരെ സ്പർശിച്ചാൽ അവർ മുടക്കം ബാധിച്ചവരാ. അത് നേരെ എതിരാണല്ലോ. ഒരു അനുഗ്രഹം കിട്ടുന്ന സമയത്ത് മുടങ്ങി കിടക്കല്ല വേണ്ട, ഇതിന് ശുക്ർ ചെയ്യണം, അൽഹംദുലില്ലാഹ് പറയണം, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണം. ഒരു വിഷമം വന്നാലോ ക്ഷമയും വേണം. അതായത് സബർ ശുക്ർ പകുതിയാണ്. ഈമാന്റെ 50-50. സബർ ശുക്ർ, ഇത് രണ്ടും ഉണ്ടാവില്ല ആക്രാന്തമുണ്ട ആളുകൾക്ക്. ഇത് രണ്ടും ഉണ്ടാകില്ല ആക്രാന്തമുള്ള ആളുകൾക്ക്. അതാണ് ഖുർആൻ പറയുന്നത്. ഇദാ മസ്സഹു അശ്ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. ഇദാ മസ്സഹു അശ്ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറയണം. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ഇതാകരുത്. എങ്ങനെ ആകരുത്? ആ ഒരു അവസ്ഥയിൽ വരരുത്. ഈ ആക്രാന്തം മനുഷ്യന് എന്തുകൊണ്ടാണ് വരുന്നത്? അത് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. ഇത് നോക്കൂ, അപ്പൊ അള്ളാഹു പറയുന്നത് നിങ്ങളെ സ്വന്തത്തിന് ഉത്തമമായ രൂപത്തിൽ നിങ്ങൾ ചെലവഴിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങളെ സ്വന്തത്തിന് ഉത്തമമായ രൂപത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞങ്ങൾ കൽപ്പിക്കും. ഒന്ന് ശ്രദ്ധിച്ചു. നമുക്ക് ഈമാൻ കൂടാൻ വേണ്ടി, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അൻബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു പറയുന്നു, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ കമസലി ഹബ്ബ, ഒരു ധാന്യം പോലെയാണ് അതിന്റെ ഉപമ. അംബതത് സബ്അ സനാബിൽ, അത് 7 കതിരുകളെ ഉൽപ്പാദിപ്പിച്ചു. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. അല്ലാഹു പറയുന്നു, അതിന്റെ ഓരോ കതിരുകളിലും 100 വീതം ധാന്യങ്ങളുണ്ട്. അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ അത് ഒരു ധാന്യം പോലെയാകുന്നു. ഒരു ധാന്യം, ആ ധാന്യം 7 കതിരുകളെ മുളപ്പിച്ചു. ഓരോ കതിരിലും 100 വീതം ധാന്യങ്ങൾ. അപ്പൊ എന്തായി? എത്രയായി? 700 ആയില്ലേ? അള്ളാന്റെ മാർഗത്തിൽ ഒരാള് ഒന്ന് ചെലവാക്കിയാൽ 700 ഇരട്ടിയാണ്. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അല്ലാഹു താൻ ഉദ്ദേശിച്ചവർക്ക് ഒരുപാട് ഇരട്ടി കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു തആല വാസിഉൻ അലീം. അല്ലാഹു വിശാലമായി നൽകുന്നവനാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്, ജ്ഞാനിയാണ് അവൻ. അല്ലാഹു പറയാണ്, അള്ളാന്റെ മാർഗത്തിൽ ഒരു കാര്യത്തിന് ഒരാൾ ചെലവഴിച്ചാൽ 700 ഇരട്ടി. അപ്പൊ നിങ്ങൾ നോക്കൂ, ആ ബക്കറ്റ് നിങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ ഒരു 100 രൂപ അതിലിട്ടു എന്ന് സങ്കല്പിക്കുക. 100 രൂപ.
വെറൈറ്റി തന്നെയാന്ന് പറയാം. അല്ല, ചായ കുടിച്ചല്ലല്ലോ, ചെറിയൊരു കടിയുണ്ടായി. ഒരു 100 രൂപ ഇട്ടാൽ അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 70,000 രൂപന്റെ കൂലിയാണ്. 100നെ 700 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കി. സഹോദരാ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാന്റെ മാർഗത്തിൽ നല്ലൊരു കാര്യത്തിന് നമ്മൾ 100 രൂപ ചെലവഴിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 70,000 രൂപ കൊടുത്ത കൂലിയാണ്. പക്ഷെ എന്താകരുത് ഒരു 70,000 റുപ്യ എന്റെ തന്നെ എഴുതിക്കോ. സംഘാടകർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം 70,000 റുപ്യ ഒന്നായിരുന്നു വരെയാണ്. എന്നിട്ട് 100 റുപ്യ കൊടുത്തിട്ട് വന്നു. കൂടാൻ ക്ലാസ്സൊക്കെ ശരിക്കും കേട്ടതാളല്ലേ, പിടിച്ചു. അങ്ങനെയാണ് സഹോദര. 1000 രൂപ ഒരാൾ കൊടുത്തു എന്ന് സങ്കല്പിച്ചോ. ഒരാളിപ്പം എന്ത് ചെയ്തു? വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോ പള്ളിയുടെ പരിപാലനത്തിലേക്ക് ഒരു 1000 രൂപ കൊടുത്തു. സത്യത്തിൽ 7 ലക്ഷം ചെലവാക്കിയ കൂലിയാണ്. ഞാൻ പറയല്ലോ, അള്ളാഹു പറയുന്നെന്താ? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ തന്റെ ധനം ചെലവഴിച്ചാൽ കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. അത് ഒരു ധാന്യം പോലെയാണ്. അത് 7 കതിരുകളെ മുളപ്പിച്ചു. ആ 7 കതിരുകൾ, അതിൽ ഓരോന്നിലും 100 വീതം ധാന്യമണികൾ. അപ്പൊ 700 എന്നതുപോലെ ഇത് വല്ലാത്തൊരു കൃഷിയാണപ്പോ. 1000 രൂപ സഹോദര കൊടുക്കുമ്പോൾ അവനക്ക് ലഭിക്കാൻ പോകുന്നത് 7 ലക്ഷം കൊടുത്ത കൂലിയാണ്. അപ്പൊ ഒരാൾ 10,000 രൂപ എടുത്തു, 70 ലക്ഷം അവന്റെ അക്കൗണ്ടിൽ വന്നു. ഒരു ബാങ്കിൽ ഇപ്പൊ നമ്മൾ 10,000 രൂപ അടിച്ചാൽ 70 ലക്ഷം പരീക്ഷ സഹിതം കിട്ടുന്നതാണ് കണ്ടാൽ ആ ബാങ്കിന്റെ മുന്നിലുള്ള വരിന്റെ നീളം എത്രയായിരിക്കും? ഒരു 10,000 എങ്ങനെയാണ് കൊണ്ടുപോയി അടിച്ചിട്ട് പിന്നെ സുഖമായിട്ട് പെരിയ കൂടാ. ഒരു കുടുംബ ഡോക്ടറെ ഏർപ്പെടുത്തിയിട്ട് 70 ലക്ഷം അവിടെ കിടക്കേണ്ടത് മതി. കുട്ടികളെ ജോലിക്ക് വേണമെങ്കിൽ ചെയ്തോട്ടെ. നോക്കൂ സഹോദര, 10,000 കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നമുക്കറിയാലോ, ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ നമ്മുടെ ഒരു ഖുർആന്റെ സഹസ് നടക്കുന്ന ഒരു സ്ഥലത്ത്, ആ സഹസില് പിന്നെ ഒരാള്, നമ്മൾ പള്ളിയിൽ സ്ഥലമല്ല, ഇരിക്കാൻ സ്ഥലമല്ല. അപ്പൊ പള്ളിയിൽ നിന്ന് ഖുർആൻ ക്ലാസ്സിന് വരുന്ന ആളുകളാണ് വലുതാക്കാൻ തീരുമാനിച്ചു. അതിൽ ഒരാൾ പറഞ്ഞു 1 ലക്ഷം. അപ്പൊ അയാൾക്ക് എത്രയായിരിക്കും കൂലി? 7 കോടി. 1 ലക്ഷം കൊടുത്ത ആൾക്ക് 7 കോടി. ഉടനെ 1 ലക്ഷം പറഞ്ഞു. അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചാൽ ഇത് പള്ളിക്ക് മാത്രമല്ല, ഏത് നല്ല കാര്യത്തിന് ചെലവഴിച്ചാൽ എന്റെ നാട്ടിൽ റിലീഫ് തുടങ്ങുമ്പോൾ, നമ്മുടെ ഖുർആൻ ക്ലാസിന്റെ കീഴിൽ റിലീഫ് തുടങ്ങുമ്പോൾ ഒരു സഹോദരൻ നൽകിയത് 3 ലക്ഷം. ആദ്യം നൽകിയത് 3 ലക്ഷം. പരമരഹസ്യമായിട്ട് 21 കോടി. എന്തിനാ ബേജാറാകുന്നത്? സഹോദരാ, നമ്മൾ പറയല്ലോ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇത് വെറുതെ പറയല്ല, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റുകൾ മാത്രമേ ഖുർആൻ പറയൂ. അതാണ് സഹോദര നമുക്കുള്ള, നമ്മൾ ചെലവഴിച്ചത് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ആർക്കാ? അനന്തരാവകാശികൾക്കാ. അത് ഓല് കൈകാര്യം ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് പറയുന്നുണ്ട്. നോക്കൂ, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദാ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ആളുകൾ അത് കൊടുത്തത് എടുത്തു പറയുകയോ മറ്റോ ചെയ്തില്ല, അത് ചെയ്യാൻ പാടില്ല. ചെയ്തത് എടുത്തു പറയുകയോ അതിന്റെ പേരിൽ സ്വീകരിച്ചവരെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യാത്തവർ, അങ്ങനെയുള്ള ആളുകൾ അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ പ്രതിഫലമുണ്ട്. അവർക്കൊന്നും പേടിക്കേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടതുമില്ല. പക്ഷെ ഡിമാൻഡ് വെച്ചിട്ടോ, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ പിന്നെ എടുത്തു പറയരുത്. എടുത്തു പറഞ്ഞ് ബുദ്ധിമുട്ടാക്കരുത്. വലിയൊരു ബുദ്ധിമുട്ടാവും. ഒരാൾക്ക് ഒരു ഷർട്ട് പീസ് കൊടുത്തു എന്ന് കുട്ടി കൊടുത്തു, അല്ലെങ്കിൽ ഒരു കുപ്പായം വാങ്ങി കൊടുത്തു. അങ്ങനെ ആ സഹോദരൻ അതിട്ടിട്ട് കല്യാണത്തിന് വന്നതാണ്. അവ കൊടുത്ത ഇയാളും വന്നു. അങ്ങനെ എല്ലാരും കൂടി ഇരിക്കുമ്പോ ചോദിക്കാണ്, ഇയാൾ ചോദിക്കാണ്, കുപ്പായൊക്കെ നല്ല പാകാളല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ മറ്റേ ആളുകൾ ചോദിക്കില്ല, എന്താ അയാൾ എന്നോട് അങ്ങനെ കുപ്പായം പാകല്ലെന്ന് ചോദിച്ചു? ഞങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ. അത് അയാൾ വാങ്ങി തന്ന കുപ്പായാണ്. ആ സഹോദരൻ കരുതും ഇല്ലാതിരിക്കായിരുന്നു നല്ലത്. ചെയ്യാൻ പാടില്ല. ഇത് അറിയിക്കാൻ വേണ്ടി തന്ത്രപൂർവം
ചെയ്യാൻ പാടില്ല സഹോദര. ചിലെങ്ങനെങ്കിലും അറിയിക്കും, ചെയ്യാൻ പാടില്ല, ഒരിക്കലും പ്രയാസപ്പെടുത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ കൊടുത്ത ആളുകൾ അവർക്കൊരിക്കലും ഒന്നും പേടിക്കേണ്ടതില്ല, ഒന്നും ഭയപ്പെടേണ്ടതില്ല. കാരണം ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. കൊടുത്തത് എടുത്തു പറഞ്ഞിട്ടും ശല്യം ചെയ്തിട്ടും ഒരിക്കലും നിങ്ങളുടെ ദാനധർമ്മങ്ങളുടെ പ്രതിഫലത്തെ നിങ്ങൾ ഫലശൂന്യമാക്കരുതേ എന്ന് പറയുന്നു. ഒരിക്കലും ഫലശൂന്യമാക്കരുത് എന്നാണ്. അങ്ങനെ എടുത്തു പറഞ്ഞ പ്രശ്നമാണ്. അത് ഏതുപോലെയാണെന്നോ ഇതിന് ഖുർആൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞു. നോക്കൂ, നമ്മൾ കൊടുത്തത് എടുത്തു പറഞ്ഞാൽ കൊടുത്തത് പോയി. അത് ഏതുപോലെയാണ്? ഖുർആൻ അതിനൊരു ഉദാഹരണം പറയുന്നത് എങ്ങനെയാണ്? فَمَثَلُهُ كَمَثَلِ صَفْوَانَ عَلَيْهِ تُرَابٌ فَأَصَابَهُ وَابِلٌ فَتَرَكَهُ صَلْدًا لَا يَقْدِرُونَ عَلَى شَيْءٍ مِّمَّا كَسَبُوا وَاللَّهُ لَا يَهْدِي الْقَوْمَ الْكَافِرِينَ. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും കൊടുത്തതുമൊക്കെ എടുത്തു പറയുന്നവരുടെ ഉപമ കമസലി സഫ്വാൻ, അത് മിനുസമുള്ള ഒരു പാറക്കല്ല് പോലെയാണ്. അലൈഹി തുറാബ്, അതിന്റെ മേലെ മണ്ണടഞ്ഞു വന്നു. ഒരു മിനുസമുള്ള പാറ, ആ പാറന്റെ മുകളിൽ മണ്ണ് വീണു. ഫഅസ്വാബഹു വാബിലുൻ, അതിന്റെ മുകളിലേക്ക് ശക്തമായ പേമാരി വന്നപ്പോ ഫതറകഹു സ്വൽദാ, അതിനെ, ആ കല്ലിനെ വെറും മിനുസമുള്ള പാറയായി അവശേഷിപ്പിച്ചു. നല്ല മിനുസമുള്ള പാറന്റെ മുകളിൽ മണ്ണുണ്ടായിരുന്നു. ഭയങ്കര മഴ, ചെറിയ ചാറ്റൽ മഴ അല്ല. വാബിൽ എന്ന് പറഞ്ഞാല് ഭയങ്കര മഴ, കനത്ത മഴ. ആ മഴ അങ്ങോട്ട് പെയ്തിട്ട് വെള്ളത്തുള്ളിന് വീണിട്ട് മണ്ണൊക്കെ ഒലിച്ചുപോയി പാറന്റെ മുകളിൽ. മിനുസമുള്ള പാറ ആയതുകൊണ്ട് വേഗം ഒലിച്ചു പോകും. ഇപ്പൊ പാറ എന്തായി? ഒരു തരി മണ്ണില്ലാതെ, കഷണ്ടിത്തല പോലെ ഒരു തരി മുടിയില്ലാതെ, ഒരു നാര് പോലും ഇല്ലാതെ കഷണ്ടി ആയതുപോലെ ഇതെന്തായി? പാറ മണ്ണൊക്കെ പോയി വൃത്തിയായി. ഇതുപോലെയാണ് ദാനധർമ്മം ചെയ്തതിനെ എടുത്തു പറഞ്ഞാൽ എന്താവും? ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ഒരു തരി മണ്ണ് അതിൽ ഇല്ലാത്തതുപോലെ സഹോദര, ഇവൻ ചെയ്തതിന്റെ പ്രതിഫലം മുഴുവനും ഇല്ലാതെയാകും. അതേസമയത്ത് അല്ലാഹു തആല പറയുന്നതോ, കൊടുത്തത് എത്ര കുറച്ചാണെങ്കിലും ആത്മാർത്ഥമായിട്ടാണെങ്കിലോ അതിനെ പറ്റി ഇങ്ങനെ പറയാണ്, വമസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, അല്ലാഹുവിന്റെ പൊരുത്തം, പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ ചെലവഴിച്ചത് എങ്കിൽ, അല്ലാഹുവിൽ നിന്നുള്ള പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ചെലവഴിച്ചു. വതസ്ബീതം മിൻ അൻഫുസിഹിം, അല്ലാഹു തആല തുടർന്ന് പറയുന്നു, അവിടെ ഹൃദയങ്ങളെ ദൃഢമാക്കിയും കൊണ്ടും, ഹൃദയങ്ങളെ ദൃഢമാക്കി ഉറപ്പിച്ച് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ആര് ചെലവഴിച്ചാലും അതിന്റെ ഉപമ കമസലി ജന്നത്തിൻ ബിറബ്വ. ശ്രദ്ധിച്ചോക്കൂ, കമസലി ജന്നത്തിൻ ബിറബ്വ, ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു തോട്ടത്തെ പോലെയാണ്. ഉയർന്ന ഒരു മല, ആ മലന്റെ മുകളിലുള്ള ഒരു തോട്ടം. അസ്വാബഹാ വാബിലുൻ, ആ തോട്ടത്തിലേക്ക് പേമാരി വന്നു, ശക്തമായ മഴ. അതുകൊണ്ട് തോട്ടത്തിൽ നല്ല വെള്ളം കിട്ടി. അതുകൊണ്ട് ആ കൊല്ലം വിളവ് കുറച്ച് കൂടി. അതുകൊണ്ട് ആ തോട്ടം അതിന്റെ ഫലങ്ങളെ ഇരട്ടി നൽകി. ഭയങ്കര മഴ കിട്ടിയത്, അതുകൊണ്ട് നനവില്ലാത്തൊരു പ്രശ്നമില്ല, മണ്ണ് ഉഷാറായി. അതുകൊണ്ട് അന്ന് ആ കൊല്ലത്ത് ആ മഴ കിട്ടിയത് കാരണം വിളവ് ഇരട്ടിയായി. ഫഇല്ലം യുസിബ്ഹാ വാബിൽ, നീ പേമാരി ലഭിച്ചില്ല, ചാറ്റൽ മഴ മാത്രമാണ് ലഭിച്ചത്. എന്നാലും അതിനനുസരിച്ചുണ്ടാവും. കുന്നിന്റെ മുകളിലായതുകൊണ്ട് ചെറിയ മഴ കിട്ടിയത്. അതുകൊണ്ട് കുന്നിന്റെ മുകളിൽ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് അവിടെ ആ മഴ കിട്ടി, ചെറിയ മഴയാണെങ്കിലും. പക്ഷെ ചെറിയ മഴ ആയതുകൊണ്ട് ഒലിച്ചു വരാനും താഴെയുള്ള കൃഷിക്കും മറ്റും വെള്ളം കിട്ടിയിട്ടില്ല, ഒലിച്ചു വന്നിട്ടില്ല. പക്ഷെ അവിടെ വെള്ളം കിട്ടിയിട്ടുണ്ട്. എന്നാലും ആ തോട്ടത്തിലുള്ള കൃഷി അതിന്റെ വളവും നാളും വിള കിട്ടുന്നു. ഇതുപോലെയാണ്. അതായത് എന്താർത്ഥം? വലുത് കൊടുത്താൽ ആത്മാർത്ഥമായിട്ടാണോ അതിനനുസരിച്ചുണ്ടാവും. ഉയർന്ന തോട്ടത്തിനെല്ലാം വെള്ളം കിട്ടി, ഇരട്ടി ഫലം കിട്ടിയതുപോലെ. ഇനി ചെറിയ മഴ കിട്ടിയത്, കാര്യമായിട്ടൊന്നും കിട്ടിയ, എന്നാലും ആ തോട്ടത്തിൽ കിട്ടി, നനവ് കിട്ടിയിട്ടുണ്ട്. എന്നതുപോലെ ചെറുത് കൊടുത്താല്, ചെറിയത് കൊടുത്താല് അതിനനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടാവും. വേണ്ടതെന്താണ്? വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെലവഴിക്കുക എന്നുള്ളത്. അത് രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും ഒക്കെ പരസ്യമായിട്ട് ചെയ്യുക, ആത്മാർത്ഥം.
ആത്മാർത്ഥമായിട്ടുണ്ടാ. ഒരു സ്വഹാബി സഹോദരൻ അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ 4 ദീനാർ ഉണ്ടായിരുന്നു. ഒന്ന് പരസ്യമായിട്ട് കൊടുത്തു, 1 ദീനാർ രഹസ്യമായിട്ട് കൊടുത്തു, ഒന്ന് രാത്രി കൊടുത്തു, ഒന്ന് പകലും കൊടുത്തു. ഒക്കെ ഇഖ്ലാസോട് കൂടെയാണ്. അള്ളാഹു അതിനെ പ്രകീർത്തിച്ചു. ഇങ്ങനെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. الله പറയുന്നു الذين ينفقون أموالهم بالليل. അള്ളാഹു പറയുന്ന ഒരു കൂട്ടർ അവരവരുടെ സമ്പത്തിനെ ചെലവഴിച്ചു. എങ്ങനെ? ബില്ലൈലി രാത്രിയിൽ, വന്നഹാരി പകലിലും, സിർറൻ വഅലാനിയ രഹസ്യമായും പരസ്യമായും. അലി റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള 4 ദീനാർ ഉള്ളതാണ് കൊടുത്തത്. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ വലിയ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒന്നും പേടിക്കാനില്ല. വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കാനുമില്ല. പോരെ, എത്ര ആയത്തുകളിലാണ് ഈ സംബന്ധമായിട്ട് അള്ളാഹു പറയുന്നത്. ഞാൻ ചുരുക്കുകയാണ് സഹോദര. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, നമ്മുടെ സ്വന്തത്തിന് ഉത്തമമായ രൂപത്തിൽ നമ്മൾ ചെലവഴിക്കണം. അവനാണ് നമ്മൾ ചെയ്തിടണം. നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്തിടണം. അള്ളാഹു താല നമുക്ക് സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് പാവങ്ങളായ ആളുകളെ, രോഗികളെ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ ഉണ്ടാവും, കല്യാണമൊക്കെ ഉണ്ടാവുമ്പോൾ സഹായിക്കുന്നത്, അങ്ങനെയുള്ള സഹായങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലമുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ അരികെ ഒരാൾ ഹജ്ജിന് യാത്ര പറയാൻ വേണ്ടി ചെന്നപ്പോൾ അയാൾ കുറെ ഹജ്ജ് ചെയ്ത ആളാണ്. അയാളോട് പറഞ്ഞു, പോണ്ടാറ്, നിങ്ങൾ ആ പോകാൻ ഉദ്ദേശിച്ചത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. ആരാ കണ്ണിയത്ത് ഉസ്താദ്? എത്ര സൂക്ഷ്മമായി ജീവിച്ചാണ്. അതുപോലെ രോഗികളുണ്ട്, സ്ഥിരമായി മരുന്ന് കുടിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. സ്ഥിരമായി മരുന്ന് കുടിക്കേണ്ട ആളുകൾ, അവരിങ്ങനെ ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ വളരെ പ്രയാസപ്പെടാം. നമ്മളിങ്ങനെ ഇപ്പൊ എന്റെ നാട്ടിൽ നിങ്ങൾക്കറിയാം, നമ്മൾ നേരിട്ട് പോകുന്നത് കൊണ്ട് എന്താ അവരുടെയൊക്കെ പ്രയാസങ്ങൾ. അതുകൊണ്ട് ആളുകൾ തരുന്ന നമ്മളിങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ ഓൽക്ക് ഭയങ്കര ആശ്വാസം. ഇപ്പോഴത്തെ ടൈമിൽ പ്രത്യേകിച്ചും 2000 റുപ്യാണെങ്കിൽ അത് ഒരു 20-100 തൊട്ടോൾക്ക് കിട്ടുമ്പോൾ സന്തോഷം. അയിമ നമ്മളൊക്കെ കഴിച്ചില്ല. നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കാം. വെറും ദീൻ ഒക്കെ ദീനിന് തന്നെയാണ്. ഒന്നും വേണ്ട, നമ്മളിന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഓറഞ്ച് വാങ്ങിപ്പോയി എന്ന് കുട്ടികളോ, അതിനും ഈ കൂലിയുണ്ട്. സ്വന്തം കുടുംബത്തിന് നൽകുന്നതും ഇതേ പ്രതിഫലം. പക്ഷെ കുടുംബത്തിലാവുമ്പോൾ മിതത്വം പാലിക്കണം, പുറത്ത് കൊടുക്കുമ്പോൾ ഓവറാക്കണം. നമ്മൾ നേരെ തിരിച്ചാവും. കുടുംബത്തിൽ എന്ത് ചെലവഴിക്കാനും തയ്യാറാണ്. എന്തും മക്കൾ എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കും. എന്നാൽ അതേ സമയത്ത് നല്ല കാര്യങ്ങൾക്ക് മദ്രസക്കോ പള്ളിക്കോ കൊടുക്കാൻ നമുക്ക് തോന്നൂല. ശരിക്കും വേണ്ടതോ കുടുംബത്തിൽ മിതത്വം പാലിക്കണം, പുറത്ത് കൊടുക്കുമ്പോൾ നല്ല കൊടുക്കണം. എന്തായിരുന്നാലും സഹോദര, കാര്യം ശ്രദ്ധിക്കാൻ. നമ്മൾ എന്ത് ചെയ്തിട്ടാലും നമുക്ക് അവിടെ ഉണ്ടാവും. ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബാക്കി നമ്മളിങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതിന്റെ അർത്ഥം നമ്മൾ ഒന്നായിട്ട് കൊടുക്കണമെന്നല്ല. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ എല്ലാ സ്വത്തും ഇത് അങ്ങേ ഏൽപ്പിച്ചു, ഇപ്പൊ വേണ്ടാറുണ്ട്, 3-1 മതിയെന്ന്. ബാക്കി അനന്തരാവകാശം. ഇസ്ലാം പ്രകൃതിമാണ്. അവസാനം അല്ലാഹു പറയുന്നത്, വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിന്റെ ആക്രാന്തത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവരാണ് സഹോദര വിജയികൾ. അല്ലാഹു ആ വിജയികളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, നിങ്ങൾ അല്ലാഹുവിനിക്ക് നല്ല രൂപത്തിൽ കടം കൊടുത്താൽ യുദാഇഫുഹു ലക്കും, അല്ലാഹു ഇരട്ടിപ്പിച്ച് നൽകും നിങ്ങൾക്ക്. വയഗ്ഫിർ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. പോരെ, നമ്മൾ അല്ലാഹ്ക്ക് കടം കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർക്ക് കടം കൊടുക്കലും നല്ലതിന് ചെലവാക്കലൊക്കെ അല്ലാഹ്ക്ക് കടം കൊടുക്കുമ്പോൾ, ഇവിടെ കടം കൊടുത്തിട്ട് പിന്നെ പലിശ സഹിതം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അത് ഭയങ്കര തെറ്റാ. എന്നാ അള്ളാഹു പലിശ സഹിതം നമുക്ക് തരും. വല്ലാഹു ശകൂറുൻ ഹലീം, അള്ളാഹു നന്ദി ചെയ്യുന്നത് സ്വീകരിക്കുന്നവനാണ്, അതോടുകൂടെ സഹനശീലനാണ്. അള്ളാഹു ഹലീമായതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അതിന് മാത്രം തെറ്റുകൾ വന്നിട്ടും അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നില്ല. ആലിമുൽ ഗൈബി വശഹാദ, അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. അല്ലാഹു തആല മറഞ്ഞതും മറയാത്തതും അറിയുന്നവനാണ്. നമുക്കല്ലേ മറഞ്ഞതും മറയാത്തതും ആപേക്ഷികമായി. എന്റെ പോക്കറ്റ് എത്ര കാശുണ്ട് എന്നുള്ള എനിക്കറിയാം, ദൃശ്യമാണ്. അത് നോക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അദൃശ്യമാണ്. വീട്ടിലെന്ത് നടക്കുന്നു നമുക്ക് അദൃശ്യമാണ്. പല രൂപത്തിലുണ്ട്.
എന്നാൽ സഹോദര, എല്ലാം കൃത്യമായി അറിയുന്നവൻ അല്ലാഹുവാണ്. അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ മറ്റുള്ളവർക്കും അറിയും. അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? ഗൈബ് മറഞ്ഞ കാര്യം പറഞ്ഞു. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. മുഹീദ്ദീൻ മലയിൽ വന്നില്ലേ, കുപ്പിന്റെ അകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ കാണാൻ കഴിയുന്നൊക്കെ വരാൻ കാരണം എന്താ? അത് മറഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ചതുകൊണ്ടാണ്. ഇവിടെ ഒരു വണ്ടി ഉണ്ട്, നമ്മളാരെങ്കിലും വന്നാണ് അവരെ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി പറയാം. പോയിട്ടുണ്ട്. അപ്പൊ നോക്കൂ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ച ആർക്കും അറിയാൻ കഴിയും. മറഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ചാൽ ആർക്കും അറിയും. പ്രവാചകന്മാർക്ക് അറിയിച്ചു. മൂത്തത്തിന്റെ പടക്കളത്തിൽ ആരൊക്കെ മരിക്കുമെന്ന് റസൂല് നേരത്തെ പറഞ്ഞു. അബൂജഹൽ എവിടെ കൊല്ലപ്പെടുമെന്ന് നേരത്തെ റസൂലുള്ളാഹി തങ്ങൾ ബദർ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, അറിയിച്ചു കൊടുത്തു. ആയിഷ ബീവിയുടെ പേരിൽ ആരോപണം ശത്രുക്കൾ ഉന്നയിച്ചപ്പോ അതിൽ സത്യമുണ്ടോ അതല്ലാതെ അസത്യമാണോ എന്നറിയാൻ 1.5 മാസം കാത്തു നിൽക്കേണ്ടി വന്നു. അറിയിച്ചു കൊടുത്തില്ല. കുറച്ച് സാവകാശം ഉണ്ടായി. അമ്പിയാക്കൾക്കല്ലാത്തവർക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് പറഞ്ഞു, പിതാവ് ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ജാബിറെ, നാളെ ഉഹദിന്റെ പടക്കളത്തിൽ ആദ്യം ഷഹീദാകുന്നത് ഞാനായിരിക്കും. ഉഹദിന്റെ പടക്കളത്തിൽ ആദ്യം ഷഹീദാകുന്നത് ഞാനായിരിക്കും. മോനെ, എന്റെ കടം വീട്ടണം, തങ്ങന്മാരെ സംരക്ഷിക്കണം. അതുപോലെ സംഭവിച്ചു. പറഞ്ഞ കാര്യം. അപ്പോ അമ്പിയാക്കളല്ലാത്തവരും ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ കാര്യം പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്. ഒരു കുട്ടിയെ, ചെറിയൊരു ബാലനെ കൊന്നു. ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ നബി ചൂടായില്ലേ, എന്തിന് നിഷ്കളങ്കനായ ഒരു ബാലനെ, കളിക്കുന്ന ഒരു കുട്ടിയെ മൈതാനിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കൊന്നു. അള്ളാഹു അറിയിച്ചു കൊടുത്തു അദ്ദേഹത്തിന് ആ കുട്ടി ഭാവിയിൽ സത്യനിഷേധിയാകും, മാതാപിതാക്കൾ അവരെ പഴപ്പിക്കും. മറഞ്ഞ കാര്യമാണ്. അള്ളാഹ് അറിയിച്ചു. റസൂലിന്റെ വഫാത്തിന്റെ തൊട്ട് മുമ്പ് തന്നെ അവസാനത്തെ ഖുതുബയിൽ നബി സൂചന നൽകിയില്ലേ, അള്ളാഹു അറിയിച്ചു കൊടുത്തു. അങ്ങനെ ചിലർക്കൊക്കെ, അത് മഹാന്മാർക്കൊക്കെ അള്ളാഹു കൊടുത്തൊരു കഴിവാണ്, മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക. അങ്ങനെ ഒരുപാട് സംഭവം. ഒരു പ്രവാചകന്മാരാകണമെന്നില്ല. മൂസാ നബിയുടെ ഉമ്മാക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു. ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീവി പ്രവാചകന്മാരല്ലല്ലോ. അപ്പൊ അള്ളാഹു താല ഉദ്ദേശിച്ച ആളുകൾക്ക് അറിയിച്ചു. എല്ലാ നിലക്കും അറിയുന്നത് അള്ളാഹുവാണ്. അവൻ അറിയിക്കാതെ ഒരു കുട്ടിക്ക് ഒന്നും അറിയില്ല. അതാണ് ഇവിടെ പറയുന്നത്, അലിമുൽ ഗൈബി വശ്ശഹാദ, ആലിമുൽ ഗൈബി വശ്ശഹാദ. അല്ലാഹു ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. അൽ അസീസുൽ ഹകീം, അവൻ പ്രതിഭാശാലിയും അഗാധജ്ഞാനിയുമാകുന്നു. അല്ലാഹു പ്രതിഭാശാലിയാണ്, അവൻ അഗാധജ്ഞാനിയാണ്. അല്ലാഹു പ്രതിഭാശാലിയാണ്, അവൻ അഗാധജ്ഞാനിയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പരിപൂർണമായി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാതെ നീട്ടി പറഞ്ഞാൽ ജോലിക്ക് പോകുന്നവർക്ക് പ്രയാസാകും എന്ന് കരുതി ഞാൻ അവസാനിപ്പിക്കണം. ഈ സൂറത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന സൂറത്ത് അൽ മുനാഫിഖൂന സൂറത്ത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിന്റെ വിശദീകരണം നമുക്ക് തുടങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂല് തഖ്വയുണ്ടാകാനും മറ്റും എപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ദുആ മറന്നു. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അത് ചെല്ലുമ്പോൾ ചിലർ എങ്ങനെയില്ലെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫൽ ഗിനാ. അഫാഫ കഴിഞ്ഞിട്ട് വൽ ഗിനാ വേറെ പറയാം, പഴക്കരുത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അത് പ്രത്യേകം ഒന്ന് ഇന്ന് നോട്ട് ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് നമ്മൾ നിരന്തരം ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ നമ്മോട് ഇവിടെ പറഞ്ഞു, ആകസ്മികമായ ഒരു മരണം പെട്ടെന്ന് എന്ന് പറയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ ഒരുപാട് മരണങ്ങൾ ഉസ്താദുമാര് നമ്മോട് ഇവിടെ പറഞ്ഞു. അള്ളാഹു അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ.
അള്ളാഹു നല്ല പണ്ഡിതന്മാരെ, പകരക്കാരെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അപ്പൊ നമ്മൾ ദുആ ഇറക്കുന്ന കൂട്ടത്തിൽ ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ഇറക്കാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ചായയും കരിയും തന്നത് ഒരു സഹോദരൻ, നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് ഗൾഫിലുള്ള ഒരു സഹോദരൻ പിന്നെ ഏൽപ്പിച്ചതാണ്. ഉമ്മയുടെ അനിയത്തി കുറച്ച് ദിവസം മുമ്പ് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് മരണപ്പെട്ടു. അവിടെ പേരിൽ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ് ഗൾഫിലുള്ള നമ്മുടെ സഹോദരൻ. ക്ലാസ് റൂം വഴി ക്ലാസ് കേൾക്കുന്നവരാണ്. അവർ അന്ന് ചായക്ക് ചെലവ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല ആ സഹോദരന്റെ പിന്നെ ഉമ്മാന്റെ സഹോദരിയുടെ അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾ ദ്വാരക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഫാത്തിഹ ഓതി ദ്വാരക്കുമ്പോൾ അവരെയും കൂടി ഉദ്ദേശിക്കുക. അതുപോലെ നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. فاعلم أنه لا إله إلا الله 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 أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على محمد والآل كلهم وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അള്ളാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ മജ്‌ലിസിൽ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവേ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ റഹ്മാനെ. ഇതേ വേണ്ടി ചെലവഴിച്ച സമയം ഞങ്ങൾ നിന്നെ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഖുർആന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ശുദ്ധ ഖുർആന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാ ദോഷങ്ങളും പൊറുക്കണേ റഹ്മാനെ. എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ തെറ്റുകൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരുടെ, മക്കളുടെ, ജ്യേഷ്ഠാനുജന്മാരുടെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കണേ റഹ്മാനെ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളോദിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅ്വിദത്തൈന് സ്വീകരിക്കണേ റഹ്മാനെ. അതിന്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഗൾഫിലുള്ളൊരു സഹോദരൻ പ്രത്യേകം ചെലവ് ചെയ്തു. ആ സഹോദരൻ ഉദ്ദേശിച്ച സഹോദരിയുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ഖുർആന്റെ സദസ്സിലേക്ക് ചെലവ് ചെയ്തത് സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ കൂലി നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, വിശുദ്ധ ഖുർആന്റെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. ഹസനാത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ. സയ്യാത്തുകൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കാർക്കും മാരകമായ രോഗങ്ങൾ നൽകല്ല റഹ്മാനെ. ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. മറ്റുള്ളവർക്ക് ഭാരം വരുന്ന രൂപത്തിൽ ഞങ്ങളെ കടത്തല്ല റഹ്മാനെ. ഞങ്ങൾക്ക് അന്തസ്സും അഭിമാനവും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തരണേ റഹ്മാനെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ തീർത്തു തരണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടി തരണേ റഹ്മാനെ. അള്ളാഹുവേ, വിദേശത്ത് പോയ ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവിടെയൊക്കെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് ദൂരെ ജോലിക്ക് പോയി പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അപകടങ്ങളിലും മറ്റും അവരെ പെടുത്തല്ല റഹ്മാനെ. സന്തോഷത്തോടെ കുടുംബത്തിലേക്ക് മടങ്ങാൻ അവർക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അവരവിടെയാണെങ്കിലും അവരുടെ ഭാര്യമാർക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ മാതാപിതാക്കൾക്ക്, കുടുംബത്തിന് സംരക്ഷണം നൽകണേ റഹ്മാനെ. അവർക്കൊന്നൊരു പ്രയാസങ്ങൾ നൽകല്ല റഹ്മാനെ. ഒക്കെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഇത്ര നല്ല കാര്യങ്ങൾക്ക് സഹകരിക്കുന്നവരെ നീ പരിഗണിക്കണേ റഹ്മാനെ. ദീനിനെ പരിഗണിക്കുന്നവരെ നീ പരിഗണിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി നൽകണേ റഹ്മാനെ. ഈ സാഹസിലുള്ളവരുടെ കച്ചവടങ്ങൾ, അനുബന്ധ കാര്യങ്ങൾ, ബിസിനസ്സുകൾ, കൃഷികൾ, പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. വാഹനം ഓടിക്കുന്നവർ, ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ, അള്ളാഹുവെ, എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. എല്ലാവരുടെ സമ്പത്തിലും വർധനവ് നൽകണേ റഹ്മാനെ. എല്ലാ മുസീബത്തുകളെ തൊട്ടും കാക്കണേ റഹ്മാനെ. പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹുവെ ആശ്വാസം നൽകണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമിനും ഇസ്സത്ത് നൽകണേ റഹ്മാനെ. പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസം നൽകണേ റഹ്മാനെ. ഫലസ്തീനിലും യമനിലും സിറിയയിലും അള്ളാഹുവെ, അവിടൊക്കെ സമാധാനം നൽകണേ റഹ്മാനെ. മ്യാൻമറിൽ പ്രയാസപ്പെടുന്ന മോമിനിയങ്ങളെ രക്ഷ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം നൽകണേ റഹ്മാനെ. സമാധാനം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ആരാണെങ്കിലും ആ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. എല്ലാ മതവിശ്വാസികളും ഐക്യത്തോടുകൂടെ ജീവിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ അത് നിലനിർത്തി തരണേ റഹ്മാനെ. ഭരണകൂടം പോലും അത് തകർക്കാൻ ശ്രമിക്കുന്നത് കാണുന്നു. അള്ളാഹുവെ, കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അത്തരത്തിലുള്ള അവസ്ഥകളെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. കുഴപ്പങ്ങളെ തൊട്ടും കലാപങ്ങളെ തൊട്ടും അള്ളാഹുവെ കാക്കണേ റഹ്മാനെ. സമാധാനമായ ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അന്തസ്സോടുകൂടെ മോമിനീങ്ങളായി ജീവിച്ച് പരിപൂർണ ഹിദായത്തിലായി മരിക്കുവാനും സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനും തൗഫീഖ് നൽകണേ റഹ്മാനെ.